കൂനുമ്പ് കുരു അതന്നെ ഇപ്പൊ നമ്മുടെ അവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് കുപ്പിയും ഈ പ്ലാസ്റ്റിക് കവറും കിറ്റൊക്കെ ആയിട്ട് ആകെ നാശമായി കിടക്കുക. ആ സമയത്താണ് ഇപ്പൊ വേൾഡ് കപ്പ് എന്നും പറഞ്ഞിട്ട് കുറെ പിള്ളേര് കണ്ട രാജ്യത്തെ കളിക്കാരുടെ മുഴുവൻ ഫ്ലക്സ് വെച്ചിട്ട് എന്നാ ശരി വേൾഡ് കപ്പ് കഴിഞ്ഞ ഒരു സാമാന്യ മര്യാദക്കായി എടുത്തു കളയണ്ടേ? വെക്കാൻ ആവേശമുണ്ട്, പിന്നെ തിരിഞ്ഞു നോക്കണില്ല. ഇപ്പൊ ഈ ഫ്ലക്സും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് പഞ്ചായത്ത് ആകെ മലിനായി കിടക്കപ്പോ ഇല്ലേ? അത് ഇവിടെ മാത്രല്ല, അത് കേരളത്തിലൊട്ടാകണ്ട്. ഇതൊക്കെ പോട്ട് ഇതിന്റെ പേര് ഈ ടീമുകളുടെ പേരിൽ ഇവന്മാര് തമ്മിൽ തല്ലാണ്. എന്നിട്ട് ഒരുത്തൻ വീട് വിട്ട് ഇറങ്ങി പോയി, ഒരുത്തൻ പോയി ആത്മഹത്യ ചെയ്ത്, പിന്നെ അവന്റെ ഫ്ലക്സ് കയറി അവന്റെ വീട് നേരെ കല്ല് കയറി. എന്ത് പിള്ളേരാണെന്ന് അല്ലേ? നമുക്കിപ്പോ ഈ ഫ്ലക്സ് ഒക്കെ ഇവിടുന്ന് നശിപ്പിച്ച് കളയപ്പോ എന്തൊരു വഴി? ഒരു മാർഗമില്ല, ഒരു മാർഗമില്ല. അല്ല ഈ റോഡ് ടാറിയല്ലേ, അതിൽ ഇത് മിക്സ് ചെയ്യാന്ന് പറയുന്നുണ്ട്. റോഡ് ടാറിയല്ലോ, അതിൽ ഫ്ലക്സ് മിക്സ് ചെയ്യാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ടാറിയും കഴിഞ്ഞു. എന്നാ പിന്നെ ഈ വേസ്റ്റ് മുഴുവൻ ഫ്ലക്സ് മുഴുവൻ കൊണ്ടിട്ട് വല്ല കടലിലും തള്ളു. അത് പറ്റില്ല, കടലിൽ തള്ളാൻ പറ്റില്ല. അതെ, കടലിലുള്ള മത്സ്യങ്ങൾ ഈ പ്ലാസ്റ്റിക് കഴിച്ചിട്ട് ആമാശയത്തിലൊക്കെ ഈ പ്ലാസ്റ്റിക് ഉണ്ട്. അത് സാറ് പറഞ്ഞ കാര്യം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒരു ചൂര മേടിച്ചു, ഒരു വലിയ ചൂര, ഇത്ര വരും. ചൂര വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ കട്ട് ചെയ്ത് കീറി എടുത്തപ്പോ ഒരു റോള് ഫ്ലക്സ്. അത് നൂത്ത് നോക്കിയപ്പോ എന്നെ വിജയിപ്പിക്കുക, എന്നെ വിജയിപ്പിക്കുക ചൂര. സാറിന് എന്ത് കണ്ടിട്ട് ചിരിക്കണേ? സാറ് ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിനെതിരെ നമ്മുടെ പഞ്ചായത്തിന് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക, അതിനെ കുറിച്ച് ആലോചിക്കും. എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ആ സുമേഷ് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നൊരു കംപ്ലൈന്റ് തന്നില്ലേ, എന്തെങ്കിലും നടപടി എടുത്തു? അയാളുടെ കടയുടെ മുമ്പിൽ ഒരു ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കട കാണുന്നില്ല, അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തുണ്ടായി? അന്വേഷിച്ചോ? അന്വേഷിച്ചപ്പോ കടയുടെ മുമ്പില് ആരും ഫ്ലക്സ് വെച്ചിട്ടില്ല. ഉണ്ടെന്നേ, ഞങ്ങൾ പോയി കണ്ടതല്ലേ. അവര് പറഞ്ഞത് ഫ്ലക്സ് വെച്ചതിന്റെ പിന്നിലാണ് കടാന. ഇങ്ങനെ പറയുന്ന ചെറുപ്പക്കാരോട് നമ്മൾ എന്ത് പറയും? ആക്ഷൻ എടുക്കാൻ പറ്റൂ? ശരി, അത് പുതിയ വന്ന കട അങ്ങനെ ആയിക്കോട്ടെ. എന്റെ വീട് കെട്ടിട്ട് 20 കൊല്ലായില്ലേ സാർ? ആദ്യം വരുമ്പോ എന്റെ വീട് കാണാണ്ടോ? മുന്നിൽ മുഴുവൻ ഫ്ലക്സ് അല്ലേ? സുഖേട്ടാ, നിങ്ങൾ പെയിന്റ് അടിക്കാതെ ഇട്ടേക്കണ ഫ്ലക്സ് വെച്ചേക്കണ കാണാൻ ഭംഗിയുണ്ട്. കാര്യമായിട്ട് കാര്യം പറയുമ്പോ വെറുതെ ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ ഫ്ലക്സ് വെച്ച മറ്റേ ഫാൻസുകാരുണ്ടല്ലോ, അവരുടെ കാലും അടിയും പിടിച്ചൊന്ന് മാറ്റി തരാൻ കേക്കണ്ടേ? അവരൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അവരോട് ഇനി ഒന്നിൽ അർജന്റീനയുടെ പ്രസിഡന്റോ ബ്രസീലിന്റെ പ്രസിഡന്റോ ഒക്കെ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേട്ടാലായി. മെസ്സി പറയണം. മെസ്സി മെസ്സി അല്ലെങ്കിൽ മറ്റേ നെയ്മർ പറയണം. അവരൊക്കെയാണ് ഇപ്പൊ ഇവർ ആരാധിക്കുന്ന ടീമുകളുടെ കളിക്കാരൻ ക്യാപ്റ്റന്മാര്. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് പറയിപ്പിക്കാനുള്ള ഏർപ്പാടുള്ള നടക്കണ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. നമുക്ക് ഈ ഫ്ലക്സ് ഒക്കെ നശിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ? നമ്മുടെ പഞ്ചായത്തിന് വല്ല മാർഗം ഉണ്ടോന്ന്? ജനങ്ങള്, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ ഫ്ലക്സ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് ബോധവൽക്കരണം നടത്തുക. ആര് നടത്തും ഈ ബോധവൽക്കരണ ക്ലാസ്? പഞ്ചായത്ത് നടത്തണം. എപ്പം നടത്തും സാറേ? ഇത് എപ്പം നടത്താന്നുള്ളത് പറയും സാറേ. എപ്പം നടത്തണം? നമുക്കൊരു കാര്യം, ശനിയാഴ്ച നടത്തിയാലോ? ഈ ശനിയാഴ്ച നടത്തിയാലോ? ഈ ശനിയാഴ്ച, വരുന്ന ശനിയാഴ്ച ഉണ്ടല്ലോ, വെള്ളിയാഴ്ച കഴിഞ്ഞ അടുത്ത ദിവസം ശനിയാഴ്ച, ഞായറാഴ്ചക്ക് മുമ്പുള്ള ദിവസം അന്ന് നടത്തിക്കൂടെ? ശനിയാഴ്ച നടത്താം. സാറ് വേണം ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ. ഈ ബോധവൽക്കരണ ക്ലാസ് സാർ ഉദ്ഘാടനം ചെയ്യണം അല്ലേ? ഉദ്ഘാടനം സാറ് ചെയ്യണം. അതെ സാറ് ചെയ്യല്ലോ.